ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ബംഗളൂരു. അപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് നാട്ടിൽ നിന്ന് ഊബറിൽ ഡ്രൈവർ ആവാൻ വേണ്ടി നിന്നിട്ട് ഞാനിപ്പോൾ ഊബർ കാറിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ചു ഞാനൊരു ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്നോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞോളൂ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇവിടെ ഇപ്പം ഊബറിൽ ഡ്രൈവറായിട്ട് വേക്കൻസി നോക്കിയിട്ട് ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. ഇതെങ്ങനെ ലാഭമാണോ എന്നുള്ളത് ഞാൻ നിങ്ങളോട് എല്ലാവരും ചോദിക്കുകയാണ്. കുറേ ആൾക്കാർ ഊബറിൽ ഇവിടെ ഓടുന്നുണ്ട് വണ്ടിയിൽ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു. പല രീതിയിലും പല ആൾക്കാരും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഒരു 21, 22, 20 വയസ്സുള്ള പല ചെറുപ്പക്കാരും ഈ ഒരു ജോലിക്കായിട്ട് വരുന്നുണ്ട്. പണ്ട് ടെലികോളർ ജോബിനായിരുന്നു വന്നിരുന്നത്. കാരണം ബാംഗ്ലൂരിലേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ നേരെ ടെലികോളർ ജോബിനാണ് പലരും ഓടിയെത്തിയിരുന്നെങ്കിൽ ഇപ്പം വരുന്നത് ഈ ഊബറിൽ വണ്ടി ഓടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഊബർ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ ഇതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂബറിൽ വണ്ടി എടുക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പല ഗ്യാരേജിന് പോയപ്പോൾ ഇഷ്ടം പോലെ വാഗ്നർ എടുക്കുകയാണ്. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഈ വാഗ്നർ കണ്ട് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം വാഗ്നർ എന്താ പറയുക നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു മൈൻഡിലാണ്. കാരണം അത്രയും തോന്നെ വാഗ്നറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊബറിൽ വണ്ടി ഓടുന്നത്. അപ്പോൾ ഈ ഒരു മിനി ലൈക്ക് ഈ ചെറിയൊരു ക്യാബായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണ് ഊബർ ക്യാബിൻ്റെ ഈ വാഗ്നർ എന്ന് പറയുന്നത്. ഇതിൽ പല രീതിയിലും ഇപ്പം എന്താ പറയുക നാട്ടിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നിട്ട് ഊബറിൻ്റെ ഒരു വണ്ടി എടുത്ത് സ്വന്തമായിട്ട് ഓടാം. ഇനി അതെല്ലാം ഒരു ഏജൻറ്റിൻ്റെ കീഴിൽ ഓടാം. ഇനി അതെല്ലാം ചില ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഓടാൻ കൊടുത്തുന്നു ടാർഗറ്റ് ഓടിയതായിട്ടൊക്കെ. പക്ഷേ ഇത് കുറച്ച് കഷ്ടപ്പാടാണെന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഈ ഒരു ജോലിക്ക് നിൽക്കുക. എന്നോട് ചില ആൾക്കാർ ചോദിച്ചിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം ഓപ്പണായിട്ട് ഞങ്ങളോട് പറയണം. നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓടാൻ അറിയുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇതിനോട് നല്ലൊരു ക്രേസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡ്രൈവറായിട്ടുള്ള ഒരു ജോലി നോക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബാംഗ്ലൂരിൽ നിന്നോട് ഓടുക. കാരണം ബാംഗ്ലൂരിലത്തെ ട്രാഫിക് ഭയങ്കരമാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓടി നിങ്ങളുടെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ വണ്ടിൻ്റെ ക്രേസ് തന്നെ വേണം. അല്ലാണ്ട് പെട്ടെന്ന് ഊബറിൽ ഓടിക്കഴിഞ്ഞാൽ 30,000 കിട്ടും, ഊബറിൽ ഓടിക്കഴിഞ്ഞാൽ 50,000 കിട്ടും, 20,000 കിട്ടും എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഓടി വന്ന് ഓടാൻ നിൽക്കരുത്. അപ്പം ഇതിന് ക്രേസ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഞാൻ ഒന്ന് മൂപ്പരെ ഫേസ് കാണിക്കേണ്ട നമ്മളിപ്പോൾ ഇങ്ങനെ ഓടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ ഓടുന്ന ഒരു ഡ്രൈവർക്ക് എത്ര രൂപ വരെ ഉണ്ടാക്കാം? ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഒരു 30-35,000 ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓടാൻ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാസം എല്ലാം കഴിഞ്ഞിട്ട് മീൻസ് നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യൂബറിനുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 30-35,000 വരെ ഉണ്ടാക്കാം. ഇനി അതേ സമയം നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല മീൻസ് നിങ്ങളൊരു പേരിന് നാട്ടിൽ നിന്ന് മാറിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പം എപ്പോഴും എന്ത് പരിപാടിയാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. വെറുതെ ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ട് ഓടി വരാതിരിക്കുക. അപ്പം ഊബറിൽ വണ്ടി ഓടണം എന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഇതാണ്. പിന്നെ ഊബറിൻ്റെ ഒരുപാട് വണ്ടി ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ ഊബറിൽ ഓടുന്ന ഡ്രൈവേഴ്സിൻ്റെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.